ഈ വാർത്തയിൽ ഒരുപാട് ആളുകൾ ഇന്നലെ പ്രതികരിച്ചു. പെട്ടെന്ന് തന്നെ കോർപ്പറേഷൻ ഉണർന്നു, ആരോഗ്യവകുപ്പ് ഉണർന്നു, ഒപ്പം തന്നെ മൃഗസംരക്ഷണ വകുപ്പും ഉണർന്നു. ഒന്നാലോചിച്ച് നോക്കണം, ചൈനയിലെ വുഹാനിൽ ഒരു വന്യജീവിയുടെ മാംസത്തിൽ നിന്നാണ് ഈ കോവിഡ് വൈറസിൻ്റെ ആദ്യത്തെ വ്യാപനം ഉണ്ടാകുന്നത്. അപ്പോൾ അത്ര ലളിതമല്ല കാര്യങ്ങൾ. 6 വർഷമായി നമ്മുടെ തലസ്ഥാനത്ത് മൃഗശാല പോലൊരു സ്ഥാപനം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നു. പലതവണ നോട്ടീസ് കൊടുത്തിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല ആ വഴിക്ക് എന്നുള്ളതാണ്. കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം നോക്കുകുത്തിയായിട്ട് തുടരുന്നു. അവിടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 6 വർഷമായി പണിമുടക്കിലാണെന്ന് ഒടുവിൽ നമ്മുടെ മുന്നിൽ ഇന്നലെ സമ്മതിക്കേണ്ടി വരുന്നു മൃഗശാല ഡയറക്ടർക്കും കോർപ്പറേഷൻ അധികാരികൾക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത്, ക്ലിഫ് ഹൗസിന് തൊട്ടടുത്ത്, മന്ത്രിമാരും MLA-മാരും രാവിലെ മോർണിംഗ് വാക്ക് നടക്കാൻ വരുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരു മ്യൂസിയത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചട്ടമില്ലാതെ, അനുമതിയില്ലാതെ മൃഗശാല പ്രവർത്തിച്ചിരുന്നത്. അതിൽ നിന്ന് പുറത്തു വരുന്ന മാലിന്യങ്ങളിൽ ക്ഷയരോഗത്തിനുള്ള സാധ്യതയുള്ള അണുക്കൾ പോലുമുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമാണ്. ഇപ്പോൾ റിപ്പോർട്ടർ ഇമ്പാക്റ്റ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്ത് മൃഗശാലയിൽ നിന്ന് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നു എന്ന റിപ്പോർട്ടർ വാർത്തയിൽ ഇടപെട്ട് മന്ത്രി ജെ ചിഞ്ചുറാണി മാർച്ച് 31-നകം മലിനജല പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കുമെന്ന് മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആദ്യ കരാറുകാരൻ ജോലി ഏറ്റെടുത്തില്ല. രണ്ടാമത്തെ കരാറുകാരനോട് മാർച്ച് 30-നകം പണി പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അടിയന്തര ഇടപെടലിന് മൃഗശാല ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി പറഞ്ഞത് കൂടി കേൾക്കാം. തിരുവനന്തപുരം മൃഗശാലയിലെ മലിനജലം ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒഴുക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ മൃഗശാലയുടെ ചുമതലയുള്ള മന്ത്രി ജെ ചിഞ്ചുറാണി റിപ്പോർട്ടർ TVക്കൊപ്പം ചേരുകയാണ്. റിപ്പോർട്ടർ TVയുടെ വാർത്ത മന്ത്രി ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് അക്കാര്യത്തിൽ മന്ത്രിക്ക് പറയാനുള്ളത്? കഴിഞ്ഞ 6 മാസമായിട്ട് ഇത്തരത്തിലുള്ളൊരു വിഷയം നമ്മുടെ മുമ്പിൽ വന്നിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ ഈ മൃഗശാലയിൽ തന്നെ ഡയറക്ടർ അത് ടെൻഡർ ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് പോയി. കാരണം മാലിന്യം വന്ന് കയറുന്ന ഒരു ടാങ്കായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ റിപ്പയർ വന്നപ്പോഴത്തേക്ക് അത് നമ്മൾ ടെൻഡർ ചെയ്തു. ടെൻഡർ ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യ ടെൻഡറുകാരൻ ഒരു 6 മാസത്തിന് മുമ്പ് എടുത്തപ്പോൾ അദ്ദേഹം ആ വർക്ക് ചെയ്യുവാൻ വേണ്ടി എത്തിയില്ല. അപ്പോൾ വീണ്ടും നമ്മളത് ക്യാൻസൽ ചെയ്ത് പുതിയ റീടെൻഡർ നമ്മൾ ചെയ്തപ്പോൾ ഒരു കമ്പനി അതിപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവർ കഴിഞ്ഞ 1 മാസമായിട്ട് അതിൻ്റെ വർക്ക് പുരോഗതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് എപ്പോഴത്തേക്ക് ഇത് അടിയന്തരമായി ഇത് പരിഹരിക്കാൻ തന്നെയാണോ സർക്കാർ ആലോചിക്കുന്നത്? അതെ, അടിയന്തരമായിട്ട് പരിഹരിക്കാനാണ്. കാരണം അതിനകത്ത് ഏകദേശം 50 ലോഡ് മാലിന്യം ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞു ഈ എടുത്ത ആൾക്കാർ. ഇനി ഒരു 10-15 ലോഡ് മാത്രമേ ഇവിടുന്ന് മാറ്റാനുള്ളൂ. അപ്പോഴത്തേക്കാണ് മഴ വളരെ പെട്ടെന്ന് വന്നു, വെള്ളമെല്ലാം കൂടെ വന്ന് ഈ ടാങ്കിനകത്ത് നിറഞ്ഞു. അതാണ് ഇപ്പോൾ കരകവിഞ്ഞ് ഒഴുകിയ ഒരവസ്ഥയിലേക്ക് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ മാർച്ച് 31-ന് മുമ്പ് തന്നെ കരാറുകാരൻ ഇത് പരിപൂർണമായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കിത് ചെയ്തു തരാം എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മിനിസ്റ്റർ, ഇത് ഗുരുതരമായൊരു പ്രശ്നമാണെന്ന് മിനിസ്റ്ററും പറയുന്നുണ്ട്. നമ്മൾ ഇത്രയും വർഷമായിട്ട് ഈ പ്ലാന്റ് എന്തുകൊണ്ട് പ്രവർത്തനക്ഷമമാക്കാൻ പദ്ധതികൾ തുടങ്ങിയില്ല, അതിനെക്കുറിച്ച് ആലോചിച്ചില്ല എന്നൊരു വിമർശനം കൂടിയുണ്ടല്ലോ. ഇല്ല, ഇത് ഞങ്ങളുടെ മുമ്പിൽ വന്നത് കഴിഞ്ഞ 6 മാസം മുമ്പാണ്. അന്നേരം തന്നെ നമ്മളിത് ടെൻഡർ ചെയ്യാനുള്ള നടപടിയിലേക്ക് പോയി. അതെടുത്തവർ വന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഈ ടെൻഡർ ഇപ്പോൾ ഉറപ്പിച്ച് കമ്പനി അത് ഏറ്റെടുത്തു. അവരുടെ പണി 1 മാസം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിലൊരു അടിയന്തര പരിഹാരം സർക്കാർ ആലോചിക്കുന്നു. അടിയന്തര പരിഹാരം തന്നെ ചെയ്യും. മാർച്ച് 31-നകം ഇത് പൂർത്തീകരിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യും. അവിടുത്തെ നമ്മുടെ സൂല ഡയറക്ടർക്ക് അതിനുള്ള നിർദ്ദേശവും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടിയന്തര ഇടപെടലിന് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാർച്ച് 31-നകം കരാറുകാരനത് അടിയന്തരമായി ഇത് പരിഹരിക്കണം, വീണ്ടും പ്രവർത്തനക്ഷമമാക്കണം എന്ന നിർദ്ദേശം മന്ത്രിയിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ക്യാമറമാൻ മനുവിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. എന്തായാലും താങ്ക് യു ആദിൽ. റോഷിയുടെ ആ വലിയ വാർത്ത യഥാർത്ഥത്തിൽ ഒരുപാട് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് ഈ മൃഗശാലയിൽ നിന്ന് പുറത്തു വന്ന ഈ മലിനജലത്തിലെ ഈ രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിൽ പകരാഞ്ഞതും ഒരു വലിയ വ്യാപനം ഉണ്ടാകാതിരുന്നതും. വുഹാനിലൊക്കെ പടർന്നതുപോലെ ഇത്തരത്തിൽ ക്ഷയരോഗമൊക്കെ തലസ്ഥാന നഗരിൽ പടർന്നു പിടിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥയെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ? പ്രതിവിധിയാണ് ആവശ്യം. നമുക്കതിനെ കൃത്യമായിട്ട് തടയാൻ കഴിയണം. പക്ഷേ ആ പ്രതിരോധം പലപ്പോഴും പാളിപ്പോകുന്നത് ഇതേപോലെയുള്ള അനാസ്ഥയുടെ കാരണം കൊണ്ടാണ്. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നടപടി വളരെ വേഗത്തിലുണ്ടാവും. മാർച്ച് 31-ന് മുമ്പ് ശരിയാക്കുമെന്ന് പറഞ്ഞു. 6 വർഷമായിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോർപ്പറേഷൻ്റെ മൂക്കിൻ്റെ തുമ്പത്താണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കോഴിക്കട അടച്ചുപൂട്ടുന്നത് നമ്മൾ കണ്ടതല്ലേ? ഇവിടെയാണ് 1000-ലധികം ജീവജാലങ്ങളുള്ള മൃഗശാലയ്ക്ക് ഒരു തരത്തിലുള്ള ലൈസൻസും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ബാധകമല്ല എന്ന് നിലവന്നത്.